الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون ബഹുമാന്യരായ വിശ്വാസിനികളെ, പ്രിയങ്കരായ സഹോദരങ്ങളെ, അളവറ്റ ദയാലുവും കൃപാലുവുമായ റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം വഴിപ്പെട്ട് അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ആദരപൂർവം പിന്തുടർന്ന് മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നിരന്തരം ശ്രദ്ധിക്കുകയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം നമ്മൾ ഓരോരുത്തരും. അള്ളാഹു നമുക്ക് മുത്തഖികളുടെ കൂടെ ജീവിക്കാനും മുത്തഖികളായി മരിക്കാനും മുത്തഖികളായി ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിക്കാനുമുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബികളോടൊരു ചരിത്രം പറയുകയുണ്ടായി. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അബൂ ഹുറൈറയിൽ നിന്ന് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആ സംഭവം റിപ്പോർട്ട് ചെയ്തത് നമുക്ക് വായിക്കാൻ കഴിയും. ബൈനമാ റജുലുൻ ഫിമാ കാന ഖബ്ലക്കും ബിഫലാത്തിൻ മിനൽ അർളി എന്ന് തുടങ്ങുന്ന ഒരു നബി വചനം. മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ ഇത് സമയ സൗത്തം ഫി സ്വഹാബത്തിൻ, മുകളിൽ മേഘക്കൂട്ടങ്ങളിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയുണ്ടായി. ആ ശബ്ദത്തിൽ ആരോ ഒരാൾ ആ മേഘക്കൂട്ടങ്ങളോട് പറയുന്നുണ്ട്, അയ്യുഹ സഹാബ് ഇസ്കി ഹദീഖത്ത ഫുലാൻ. ഒരാളുടെ പേരും കുടുംബപ്പേരും
അയാൾ ജീവിക്കുന്ന നാടും സ്ഥലവും ഒക്കെ പറഞ്ഞിട്ട് അയാളുടെ തോട്ടത്തിൽ പോയിട്ട് നീ മഴ നൽകണം. അയ്യുഹ സഹാബോ ഇസ്കി ഹദീഖത്ത ഫുലാൻ, ഇന്നാലിന്നയാളുടെ തോട്ടത്തിൽ പോയി നീ വെള്ളമായി ചൊരിയണം എന്ന് മേഘക്കൂട്ടങ്ങളോട് ആരോ പറഞ്ഞു. അത് ഈ താഴെ നിൽക്കുന്ന മനുഷ്യൻ കേട്ടു. ഫങ്കത്താഴത്ത് കിതാഴത്തും മിന സഹാബി ഹത്തായിദ അത്തത്തെ ലഹറ, അങ്ങനെ മരുഭൂമിയിലുള്ള ഒരു സ്ഥലത്തേക്ക്, പറയപ്പെട്ട ആ സ്ഥലത്തേക്ക് ഈ മേഘക്കൂട്ടങ്ങളിൽ നിന്ന് ഒരു കഷ്ണം വേർപെട്ട് ആ തോട്ടത്തിലേക്ക് പോവുകയും അവിടെ ഫസ്തവഅബത്തിൽ മാഉ കുല്ലു, ഈ പറയപ്പെട്ട തോട്ടത്തിൽ ആ മേഘത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വെള്ളം മുഴുവനും അവിടെ ചൊരിയുകയും ചെയ്തു. ഫതതബ്ബഅൽ മാഉ, വെള്ളം തോട്ടത്തിന്റെ 4 ഭാഗങ്ങളിൽ ഒഴുകിപ്പരന്നപ്പോൾ ഫറഅൽ മാഅ, ആ വെള്ളം കണ്ട തോട്ടക്കാരൻ യഅതി റജുലുൻ ഫി ഹദീഖതിഹി യുദീറുൽ മാഅ ബിമിസ്ഹാത്തിഹി, തൻ്റെ കൈക്കോട്ടുമായി വന്ന് വെള്ളം കെട്ടി നിർത്താനുള്ള 4 ഭാഗവും തടകെട്ടി എന്നാണല്ലോ നമ്മൾ പറയുക, വരമ്പ് വെച്ച് വെള്ളം തടഞ്ഞു നിർത്തി. അപ്പൊ ഈ ശബ്ദം കേട്ട മഴക്കൂട്ടത്തിൽ, മേഘക്കൂട്ടത്തിൽ നിന്ന് ഈ ശബ്ദം കേട്ടയാൾ ഫഖാല റജുൽ, ഈ മേഘത്തിന്റെ പിന്നാലെ പോയി ഇങ്ങനെ ഒരു സംഭവം അയാൾ കാണുകയും അവിടെ ഇയാൾ വെള്ളം തടഞ്ഞു നിർത്തുന്നത് കാണുകയും ചെയ്തപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, അബ്ദല്ലാ മസ്മുഖ്, എന്താണ് നിങ്ങളുടെ പേര് എന്ന് തോട്ടക്കാരനോട് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഇസ്മി ഫുലാൻ, എൻ്റെ പേര് ഇന്നതാണ്. അതേ പേരാണിൽ ഇസ്മില്ലദീ സമിഅ ഫി സഹാബ്, മേഘക്കൂട്ടങ്ങളിൽ നിന്ന് ഇയാൾ കേട്ടതും. അപ്പോൾ അത്ഭുതത്തോടെ ആള് തോട്ടക്കാരൻ ചോദിച്ചു, ഫഖാല യാ അബ്ദല്ലാ ലിമ തസ്അലുനി അൻ ഇസ്മി, എന്തിനാണ് ഇപ്പൊ നിങ്ങൾ എൻ്റെ പേര് ചോദിച്ചത് എന്ന് തോട്ടക്കാരൻ ഇയാളോട് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഇന്നി സമയത്ത് സൗത്തം ഫി സഹാബി യഖൂൽ ഇസ്കി ഹദീഖത്ത ഫുലാൻ, ഞാനിങ്ങനെ ഒരു ശബ്ദം, ഒരു അത്ഭുതത്തിന് സാക്ഷിയാവുകയുണ്ടായി, കേൾക്കുകയുണ്ടായി, അതുകൊണ്ട് ചോദിച്ചതാണ്. അയാൾ തന്നെയാണോ നിങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. അപ്പോ ഫമാദാ തഫ്അൽ, ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഈ മരുഭൂമിയിൽ ഒരുപാട് തോട്ടക്കാരും തോട്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ട് അവിടെയൊന്നുമില്ലാത്ത ഒരു മഴ താങ്കളുടെ തോട്ടത്തിലേക്ക് മാത്രമായി കിട്ടാൻ മാത്രം നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു സംഗതി ആയതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത് കേട്ടോ. മറ്റുള്ളവർക്കൊന്നും കിട്ടാത്ത ഈ ഒരു അനുഗ്രഹം കിട്ടുവാൻ മാത്രം താങ്കളുടെ ജീവിതത്തിൽ ഫമാദാ തഫ്അൽ എന്ത് പ്രത്യേകതയാണുള്ളത്? അപ്പൊ മുഅ്മിനീങ്ങൾ കേട്ടോളൂ. ഫഖാല റജുൽ, ഈ തോട്ടക്കാരൻ പറഞ്ഞു, അമ്മ ഇദാ ഖുൽത ഹാദാ, താങ്കൾ ഈ പറഞ്ഞത് ഒക്കെ ശരിയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, ഫഇന്നി ആഖുദു മാ യുഖ്രിജു മിൻഹ, ഈ തോട്ടത്തിലുണ്ടാകുന്ന വിള, കായ്ഫലങ്ങൾ ഞാൻ പറിച്ചെടുക്കും. പറിച്ചെടുത്തിട്ട് ഫഅതസദ്ദഖു ബിസുലുസിഹി, കിട്ടുന്ന വിളയുടെ വരുമാനത്തിന്റെ 1/3 ഞാൻ സ്വതക്ക നൽകും. വആകുലു അന വഇയാലി സുലുസഹു, 1/3 ഞാൻ എൻ്റെ കുടുംബാവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. ഇനിയുള്ള ഒരു ബാക്കിയുള്ള 1/3 അർജിഉ സുലുസൻ ഇലൽ അർള്, ആ ഭൂമിയുടെ നിലനിൽപ്പിനും കൃഷിയുടെ നിലനിൽപ്പിനും വേണ്ടി ചിലവഴിക്കുകയും ചെയ്യും എന്നയാൾ പറഞ്ഞു. ഇനി വിശുദ്ധ ഖുർആൻ നമ്മളോട് വേറെ ഒരു കഥ പറയും. ഇത് 2-3 സംഭവങ്ങൾ പഠിച്ചിട്ട് ഇതിൽ നമ്മൾ ആരാണ്, എന്തുകൊണ്ടാണ് നമുക്ക് മഴ ലഭിക്കാത്തത് എന്ന് ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടിൽ വിശ്വാസികൾ എന്ന രൂപത്തിൽ ഖുർആനും സുന്നത്തും എന്ത് പറയുന്നു നമ്മളെക്കുറിച്ച് എന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്. സൂറത്ത് അൽ-ഖലമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യമൻ ഭാഗത്ത് പണ്ടൊരു തോട്ടക്കാരൻ ഉണ്ടായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു. സൂറത്ത് അൽ-ഖലമിന്റെ 17-ാമത്തെ ആയത്ത് മുതൽ ആ തോട്ടക്കാരൻ ഇതേ സ്വഭാവക്കാരനായിരുന്നു, ഈ പറയപ്പെട്ട സ്വഭാവക്കാരൻ.
അയാളുടെ തോട്ടത്തിൽ വിളയെടുക്കുന്നത് നാട്ടിലൊരു ഉത്സവമായിരുന്നു. എല്ലാ പാവപ്പെട്ടവരുടെയും പട്ടിണിക്കാരുടെയും അഗതികളുടെയും കഷ്ടപ്പെടുന്നവരുടെയും കഷ്ടപ്പാടുകളൊക്കെ തീർക്കാനുള്ളത് അവർക്കെല്ലാവർക്കും അദ്ദേഹം വിളവെടുക്കുന്ന സമയത്ത് വീതം വെച്ചു കൊടുക്കും. ബാക്കിയുള്ളത് കൊണ്ട് അദ്ദേഹം വീട്ടു ചെലവുകളും കൃഷി ചെലവുകളും നടത്തും. അയാളുടെ വിളയും വരുമാനവും നാൾക്ക് നാൾ വർഷാവർഷം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അയാൾ മരണപ്പെട്ടുപോയി. അയാൾ മരണപ്പെട്ടതിൻ്റെ തൊട്ടു അടുത്ത വിളവെടുപ്പ് സമയത്ത് അയാളുടെ മക്കൾ, മുഅ്മിനീങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കണം, നമ്മുടെ മാതാപിതാക്കളുടെ മതബോധവും നമ്മുടെ മതബോധവും നമ്മുടെ മക്കളുടെ മതബോധവും തമ്മിലുള്ള ഒരു അന്തരം, അതിൻ്റെ ഫലമാണോ ഇത് എന്നത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. മക്കള് 3 പേരും കൂടെ കൂടിയിട്ട് അടുത്ത വിളവെടുപ്പിന്റെ തലേ ദിവസത്തിൽ ഒരു തീരുമാനം, ഒരു ആലോചന നടത്തുകയാണ്. ഖുർആൻ അത് ഇങ്ങനെ പറയും: ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബുൽ ജന്നതി ഇദ് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ. മക്കള് 3 ആളും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച്, പഠിച്ചോനെ നാളെ ഇപ്പൊ വിളയെടുക്കേണ്ട ദിവസമാണ്, നാട്ടിലെ പട്ടിണിക്കാരും കഷ്ടപ്പെടുന്നവരും ഒക്കെ അവിടെ വന്ന് കൂടും, ഇവർക്കൊക്കെ കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു ദുസ്വഭാവമാണല്ലോ ഇപ്പൊ പഠിപ്പിച്ച് വെച്ചത്, നാട്ടുകാരെ ശീലിപ്പിച്ച് വെച്ചത്. അതുകൊണ്ട് അവരറിയാതെ വിളവെടുക്കാൻ എന്താണ് മാർഗം? അപ്പൊ അതിൽ ഒരാൾ പറയും, നമുക്കതിന് രാത്രിയാണ് പോയിട്ട് വിളവെടുത്ത് പോവാം, കൊയ്ത് പോരാം, തേങ്ങട്ട് പോരാം, അടക്ക പറിച്ച് പോരാം, കൊയ്ത് പോരാം, രാത്രി. വലാ യസ്തസ്നൂൻ. അങ്ങനെ അവരൊരു തീരുമാനം എടുത്തു. ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ പോലും അവരുടെ മതബോധം അവരെ അനുവദിച്ചില്ല. ഞമ്മക്ക് നാളെ രാത്രി പോയിട്ടാണ്ട് കൊയ്യാം എന്നവരാണ് തീരുമാനിച്ചു. അങ്ങനെ അവരൊന്ന് കിടന്നുറങ്ങാന്നുള്ള നാട്യത്തിൽ ബെഡ്റൂമിലേക്ക് പോയി വിളക്കണച്ചപ്പോ അവരുറങ്ങിക്കിടക്കുന്ന സമയത്ത് ആ തോട്ടം തീക്കാറ്റടിച്ചു. ആ തോട്ടത്തിൽ തീക്കാറ്റടിച്ചു. വിള കൊയ്തെടുത്തതുപോലെ ആട് കിടന്നെടുത്ത് പൂട പോലും ഇല്ല എന്ന് പറയുന്നത് പോലെ ആക്കി തീർത്തു റബ്ബ് സുബ്ഹാനഹു വ തആല ആ തോട്ടം. ഇതറിയാതെ ഇവർ നേരം വിളിക്കുന്നതിനോ പരസ്പരം വിളിച്ചുണർത്തി രഹസ്യമായി ചൂട്ടുപോലും കത്തിക്കാതെ തപ്പിത്തടഞ്ഞ് കൊയ്യാൻ പോയിട്ട് സ്വന്തം തോട്ടത്തിലെത്തിയപ്പോ ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ നടപ്പിലാക്കുമെന്ന ധാർഷ്ട്യത്തോടു കൂടി അവർ രാത്രിയിൽ തോട്ടത്തിലേക്ക് പോയി. തോട്ടത്തിൽ ചെന്നപ്പോ അവർക്ക് തോന്നിയത് എന്താ അറിയോ? ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞു വന്നപ്പോ വഴിയേറ്റ് മാറിയോ, ഇത് നമ്മളെ തോട്ടമല്ലല്ലോ എന്ന് അവർക്ക് തോന്നിപ്പോയി. അതൊക്കെ മനസ്സിലാവുണ്ടോ? നേരം വിളിക്കുന്നത് ഒരു നിന്ന് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായി വഴി മാറിയിട്ടില്ല, തോട്ടൊക്കെ നമ്മൾ തന്നെയാണ്. ബൽ നഹ്നു മഹ്റൂമൂൻ. നമ്മളെടുത്ത് വന്ന എന്തോ ഒരു ആപത്ത് കാരണം, ഒരു ദുസ്വഭാവം കാരണം അള്ളാഹു അത് നമുക്ക് ഈ പ്രാവശ്യത്തെ വിള തടഞ്ഞു വെച്ചത്, ഹറാമാക്കിയതാണ്. അപ്പൊ ഇതിൽ നടുക്കത്തെ ആള്, 3 സഹോദരന്മാരിൽ മധ്യമനായ ആള്, ചെറിയൊരു ഈമാനുള്ള ആളാ. അദ്ദേഹം ജ്യേഷ്ഠനോടും അനിയനോടും പറഞ്ഞു, ഖാല ഔസതുഹും അലം അഖുല്ലകും ലൗലാ തുസബ്ബിഹൂൻ. ഈ ഗൂഢാലോചന നടത്തുന്ന സമയത്ത് 4 സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൂടെ ഇരുന്നോ എന്ന് ഞാൻ നിങ്ങളോട് അപ്പൊ തന്നെ പറഞ്ഞിരിക്കാക്കാ എന്ന് അവൻ ചോദിച്ചു. അപ്പോഴവർക്ക് മനസ്സിലായത് അതിന്റെ കുറവാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. ഇനി ഇപ്പൊ ഒന്ന് ചൊല്ലി നോക്കാം മുഅ്മിനീങ്ങളെ. ഖാലൂ സുബ്ഹാന റബ്ബിനാ ഇന്നാ കുന്നാ ളാലിമീൻ. അവര് സുബ്ഹാനല്ലാഹ് പറഞ്ഞു, പഠിച്ചോനെ ചെയ്തത് തെറ്റായി പോയി എന്ന് ഏറ്റും പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഫഅഖബല ബഅ്ളുഹും അലാ ബഅ്ളിൻ യതലാവമൂൻ. ഇജ്ജ് പറഞ്ഞിട്ടല്ലേ, ഞാനിതിൽ നിന്ന് കാക്കങ്ങൾ നിർബന്ധിച്ചിട്ടല്ലേ എന്നവർ തമ്മിൽ ഇങ്ങനെ ആക്ഷേപവും പ്രാക്കും നടത്തിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് പോയത് കിട്ടുമോ? ഇല്ല. ഖാലൂ യാ വൈലനാ ഇന്നാ കുന്നാ ത്വാഗീൻ. പിടിവിട്ട പ്രവർത്തനമാണ് നമ്മൾ ചെയ്തത് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. എന്നിട്ട് അവർ പറഞ്ഞു, നമ്മളിപ്പോ ഒന്ന് തൗബ ചെയ്യാം, നമ്മളൊന്ന് ഇസ്തിഗ്ഫാർ നടത്താം, നമ്മളൊന്ന് അല്ലാഹുവിലേക്ക് മടങ്ങാം,
അങ്ങനെ മടങ്ങിയാൽ അസാ റബ്ബുനാ യുബ്ദിലനാ ഖൈറം മിൻഹാ. സുബ്ഹാനല്ലാഹ്. അസാ റബ്ബുനാ യുബ്ദിലനാ ഖൈറം മിൻഹാ. ഇപ്പോൾ കഴിഞ്ഞു പോയതിനേക്കാൾ മെച്ചപ്പെട്ട ഒരവസ്ഥ, നല്ല ഒരവസ്ഥ പടച്ചതമ്പുരാൻ റഹ്മാനാണ്, വദൂദാണ്. അവൻ നമുക്ക് നൽകാതിരിക്കില്ല. ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. നമുക്ക് റബ്ബിൽ പ്രതീക്ഷ വെക്കാം എന്നവർ തീരുമാനിച്ചു. മടങ്ങി അടിപൊട്ടിയപ്പോഴേ, കിട്ടേണ്ടത് കിട്ടിയപ്പോഴാണ് കാര്യം ബോധ്യപ്പെട്ടത് എന്നർത്ഥം. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, കദാലിക്കൽ അദാബ്. മുഅ്മിനീങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോളി. കദാലിക്കൽ അദാബ്. ഇങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ശിക്ഷ നടപ്പാക്കുക. വല അദാബുൽ ആഖിറതി അക്ബർ. ഇതിനേക്കാൾ വലുത് വരാനിരിക്കുന്നു പരലോകത്ത്. ഇതിനേക്കാൾ വലുത് വരാനിരിക്കുന്നു. ലൗ കാനൂ യഅലമൂൻ. അത് അവരൊന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നു. ആര് തിരിച്ചറിയണമെന്നാണ് പറഞ്ഞത്? അത് ആ തോട്ടക്കാരായ 3 സഹോദരങ്ങൾ തിരിച്ചറിയേണ്ടിയിരുന്നു എന്നാണോ? അതോ ഈ ഗുണപാഠ കഥയിൽ നിന്ന് നമുക്ക് ഖിയാമത്ത് നാളോളമുള്ള മുസ്ലിമീങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തായിരിക്കണം എന്ന് തിരിച്ചറിയണം എന്നാണോ ഖുർആൻ പറഞ്ഞത് എന്നത് മുഅ്മിനീങ്ങളായ നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കുക. ഈ 2 സംഭവങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നത് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മളുടെ നിലപാടല്ലേ ഇതിനൊക്കെ കാരണം എന്ന് മനസ്സിലാകും. ഈമാനികമായ ഒരു കാഴ്ചപ്പാടാണ്, ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാടല്ല നമുക്ക് വിശദീകരിക്കാനുള്ളത്. അത് അന്ന് പെയ്യും, ഇന്ന് പെയ്യും, 2 ആഴ്ച കഴിഞ്ഞാൽ പെയ്യും എന്നൊക്കെ പറയാൻ അവർക്ക് കഴിയും. അവർക്കതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് അവരെങ്കിലും പറഞ്ഞു പോകും. പക്ഷെ നമ്മളുടെ നിലപാട് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന സംഗതികൾ എന്താണ്? നിങ്ങൾ നോക്കിക്കോളൂട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതി കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിലും അത് റിപ്പോർട്ട് ചെയ്തു. സംഭവം എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, 5 കാര്യങ്ങൾ, 5 ദുസ്വഭാവങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായാൽ അവർ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരും. 5 ദുസ്വഭാവങ്ങൾ മുസൽമാന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവർ ദുസ്വഭാവങ്ങളുടെ പേരിൽ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിൽ 2 കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലം യംനഉ സകാത്ത അംവാലിഹിം. വലം യംനഉ സകാത്ത അംവാലിഹിം. സകാത്ത് കൊടുക്കാതെ ദുർന്യായങ്ങൾ പറഞ്ഞ് ദുശാഠ്യങ്ങളിലൂടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാക്ക് കേട്ട് അല്ലെങ്കിൽ പിശുക്ക് ബാധിച്ച് എന്തെങ്കിലും കാരണവശാൽ സക്കാത്ത് കൊടുക്കാതെ തടഞ്ഞു വെക്കുന്ന സ്വഭാവം മുഅ്മിനീങ്ങളിൽ ഉണ്ടായാൽ ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ. അവർക്ക് ആകാശത്ത് നിന്ന് വെള്ളം ലഭിക്കുകയില്ല. അവർക്ക് ആകാശത്ത് നിന്ന് വെള്ളം നല്ല ഒരു തുള്ളി പോലും ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വലൗലൽ ബഹായിമു. അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വലൗലുൽ ബഹായിമു, പിണ്ടാപ്രാണികളായ ആ ജന്തുക്കൾ ഉള്ളത് കൊണ്ടാണ്. അവരുമില്ലായിരുന്നുവെങ്കിൽ ലം യുംതിറു, മഴയേ പെയ്യുമായിരുന്നില്ല. 2ാമത്തെ ദുസ്വഭാവം നോക്ക് നിങ്ങൾ. സക്കാത്തിന്റെ കാര്യം പറയുമ്പോ ആർക്കാണെങ്കിലും പറയുന്നവനോട് ദേഷ്യമാണല്ലോ, അല്ലേ? അത് ചോദിക്കാൻ വരുന്നവനോട് ദേഷ്യമാണ്. ഇവരാരാത് ചോദിക്കാനെന്ന അഹങ്കാരമാണ്. അല്ലെ, ഞാനൊന്നും കൊടുക്കാനില്ല, ഞാൻ 10 കൊടുക്കണോ ഇതിന് കൊടുക്കണോ, അല്ലെങ്കിൽ